വിദേശ വാഹനത്തിന് തൊട്ടു പിന്നാലെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും അണിഭാവികളും അണിനിരന്നിട്ടുള്ള റാലി CPIM പാലക്കുഴ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. മുൻ ലോക്കൽ സെക്രട്ടറിയും നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗവുമായ NM ജോർജ് അധ്യക്ഷത വഹിച്ചു. ഈ ജനസമൂഹം ഈ പ്രസ്ഥാനത്തെ പിന്നിൽ അണിയിരുന്നിട്ടുള്ളത്, ആ പ്രസ്ഥാനം 57 EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നമുക്കറിയാം, അന്ന് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുന്നു. 10 വർഷമായി പിണറായി ഗവൺമെന്റ് നടപ്പാക്കുന്നു. ഇവിടെ 10 വർഷമായി ഈ പഞ്ചായത്തിലും അതിന്റെ പിൻബലത്തിൽ പ്രവർത്തനം നടത്തിയിട്ടും എന്തുകൊണ്ട് തോറ്റു എന്നിവിടെ പറഞ്ഞല്ലോ. അധികാരത്തിന് വേണ്ടി മാത്രം പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത ഒരു പറ്റം ആളുകൾ, അതിലേറ്റവും നേതൃത്വം കൊടുത്ത ആളല്ലോ ഷാജു ജേക്കബ്. 94-ലാണ് പാർട്ടി മെമ്പർഷിപ്പിൽ ഇവിടെ വന്നത്. ഞാൻ വന്നത് 82-ലാണ്. 81-ൽ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് വന്നത്, 82-ൽ പാർട്ടി മെമ്പർഷിപ്പ് വന്നു. എനിക്ക് മുമ്പ് വന്ന നിരവധി ആളുകൾ, ഞാൻ ലോക്കൽ കമ്മിറ്റിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആരും ഇന്ന് ലോക്കൽ കമ്മിറ്റി ഇല്ല. ഒക്കെ പലവിധ കാരണങ്ങളോട് മാറിപ്പോയിരിക്കാം. പക്ഷേ പഞ്ചായത്തിൽ ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരു മെമ്പർ ഉണ്ടായത് 2000-ൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ്. അന്ന് ഞാൻ ലോക്കൽ സെക്രട്ടറിയാ. ഈ ഷാജു 3-ാം വാർഡിൽ ജയിച്ചു, 1-ാം വാർഡിൽ PS കരി ജയിച്ചു. അതുപോലെ ഈ പഞ്ചായത്തിൽ ഭരണത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇവര് പറഞ്ഞു നടക്കുന്നത് എന്താണെന്നറിയാമോ? ഷാജു ജേക്കബ് ഇവിടെ ലോക്കൽ സെക്രട്ടറി ആയപ്പോൾ ഇവിടെ പാർട്ടി ഉണ്ടായോളും. അപ്പൊ ഈ കണ്ട ചേട്ടനും NS ചേട്ടനും മാധവ ചേട്ടനും KMP ഒക്കെ എന്തായാലും ചെയ്തുകൊണ്ടിരുന്നത്. CPIM ഏരിയ സെക്രട്ടറി PB രതീഷ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കേരളത്തിലാകെ ഇടതുപക്ഷ മുന്നണിയേക്കാൾ ഐക്യജനാധിപത്യ മുന്നണി നേടിയ വോട്ടിൻ്റെ വർധനവെന്നത് 6,81,000 മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സംസ്ഥാനത്ത് വലിയ തിരിച്ചടി നേരിട്ടെന്നും തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നുമുള്ള വിലയിരുത്തൽ 100% തെറ്റാണ്. മാത്രമല്ല, നിയമസഭാ അടിസ്ഥാനത്തിൽ ഈ വോട്ടിംഗ് നില പരിശോധിച്ചാൽ 57 സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് ഈ പിന്നോട്ടടി ഉണ്ടായ ഘട്ടത്തിൽ 57 സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് നല്ല ലീഡുണ്ട്. 81 സീറ്റുകളിൽ UDFും 2 സീറ്റുകളിൽ BJPയുമാണ് കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത്. 81 സീറ്റിൽ UDF ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് നേടിയപ്പോൾ ആ 81-ൽ നേരിയ വ്യത്യാസം മാത്രം ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് നേടിയ സീറ്റുകൾ ധാരാളമുണ്ട്. ഏകദേശം 40 സീറ്റുകളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. CPIM പാലക്കുഴ ലോക്കൽ സെക്രട്ടറി ജോഷി സ്കറിയ, പാലക്കുഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് NK ജോസ്, CPIM ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ്, മുതിർന്ന നേതാവ് KM പൗലോസ്, ലോക്കൽ കമ്മിറ്റി അംഗം PN സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. 2005 മുതൽ 2020 വരെ ശ്രീമതി ആലിർ ഷാജി തുടർച്ചയായി 4 വട്ടം, 1 വട്ടം ബ്ലോക്കിലേക്കും 3 വട്ടം പഞ്ചായത്തിലേക്കും ജയിക്കും. ഇപ്പോൾ വീണ്ടും ഷാജി മത്സരിക്കുന്നു. അതാണ് നമ്മുടെ പാർട്ടിയുടെ പാർലമെന്ററി രംഗത്ത് നമ്മുടെ തീരുമാനങ്ങളുടെ ഒരു ശരിമയിൽ നിൽക്കാനാണ് പാലക്കുഴയിലെ പാർട്ടി ആഗ്രഹിച്ചത്. ആ ശരിമ തുടർച്ചയായി 2 വട്ടം, ഇതിനപ്പുറത്ത് പോയാൽ 3 വട്ടം, അതിനും അപ്പുറത്തെ അതുക്കും വരെ, അങ്ങനെയാണ് നമ്മൾ. പക്ഷെ ഇതെന്റെ അവകാശമാണ്. 6 പ്രാവശ്യം KA തോമസിന്റെ കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി ഒരാൾ മത്സരിച്ചിട്ടുണ്ട്. ഉല്ലാസ് തോമസ് സാർ എല്ലാവരും മാറി മത്സരിച്ചാൽ ഇങ്ങനെ അവസരം കിട്ടിയത് അതിൽ പാർട്ടി കൊടുക്കും. 6 തവണ തുടർച്ചയായി AM ജോണി ഇവിടെ ഇരിക്കുന്നുണ്ട്. AM ജോണി UDFിന്റെ പിന്തുണയോടെ 4 വട്ടം UDFിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ചാണ്. അത് അപ്പുറത്ത് നിന്ന് നേരായ മത്സരമാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തമ്മിലായിരുന്നു വാർഡ് മത്സരം. നേരിട്ടുള്ള മത്സരമാണ് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന്. പക്ഷേ ഷാജു തെരഞ്ഞെടുപ്പ് സ്വീകരിച്ച സമീപനം എന്താ? ഷാജു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIMന്റെ സ്ഥാനാർത്ഥിയായി അരിവാഴ്ച നക്ഷത്രത്തിൽ 11-ാം വാർഡിൽ മത്സരിക്കുന്നു. സാഹചര്യം ജോസ് പറഞ്ഞു 11-ാം വാർഡ് മാത്രമേ തനിക്ക് മത്സരിക്കാൻ പറ്റുന്നുള്ളൂ എന്ന കാര്യം. അപ്പോൾ ആദ്യം സ്വീകരിക്കുന്ന സമീപനം, മറ്റു ചില ആളുകൾ സ്വീകരിക്കുന്ന സമീപനം
പാർട്ടി നേതൃത്വങ്ങളുടെ യോജിപ്പിന്റെ അന്തരീക്ഷം അവിടെ പോയി. ആ യോജിപ്പിന്റെ അന്തരീക്ഷം ഏറ്റവും മുറുകെ പിടിച്ച് ഈ പാർട്ടിയെ തിരികെ കൊണ്ടുവരാൻ പാർട്ടി തന്നെ അനുവദിച്ചല്ലോ വീണ്ടും മത്സരിക്കാൻ എന്റെ ബോധ്യത്തിൽ നിൽക്കേണ്ടതാണ്.